സ്തുതിയായിരിക്കട്ടെ. എന്റെ പേര് ജസ്ലി. ഞാൻ 6ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഞാൻ ഇന്ന് ഇവിടെ പറയാൻ പോകുന്നത് വിശുദ്ധ കുർബാനയുടെ മഹത്വത്തെ കുറിച്ചാണ്. നമ്മുടെ ജീവിതത്തിലെ ജോലി, വിവാഹം എന്നീ മേഖലകളിൽ ഈശോയ്ക്ക് കുരിശിൽ തറക്കേണ്ടി വന്നിട്ടില്ല അല്ലേ? പിന്നെ നമ്മുടെ ജീവിതത്തിലെ പരീക്ഷ എന്ന് നമ്മൾ സ്റ്റുഡൻസ് എല്ലാവർക്കും കുറെ ആഗ്രഹങ്ങളുണ്ട്. ആ ആഗ്രഹങ്ങൾ സാധിക്കാനായിട്ട് ഈശോയ്ക്ക് കുരിശിൽ തറക്കേണ്ടി വന്നിട്ടില്ല. ഈശോ കാലിത്തൊഴുത്തിൽ ജനിച്ചു വീണത് വരെ കുരിശിൽ തറയ്ക്കാൻ ജനിച്ചു വീണത് വരെ വിശുദ്ധ കുർബാനയാകാൻ വേണ്ടിയിട്ടാണ് അല്ലേ? അതെ, എല്ലാവർക്കും അറിയാം. നമ്മളെ കുറെ സ്നേഹിച്ചിട്ടാണ്, നമുക്ക് വേണ്ടിയാണ് ഈശോ കുരിശ് തറച്ചത് അല്ലെ? ഈശോ നമുക്ക് വേണ്ടിയാണ് വിശുദ്ധ കുർബാനയാകാൻ. ഈശോ എന്തോരം വേദന സഹിച്ചു, നമ്മൾ സഹിച്ചിട്ടേ ഇല്ല അത്ര വേദന. കുരിശ് തറച്ച് പടയാളികൾ ആണിയടിക്കുമ്പോ ഈശോ എന്തോരം വേദന സഹിച്ചു അല്ലെ? ഈശോ ആ തണുത്ത മലച്ചരികളിലൂടെ പാലായനം ചെയ്തതും വിശുദ്ധ കുർബാനയാകാനായിട്ടാണ്. ഈശോ നമുക്ക് നൽകിയ ഏറ്റവും വലിയ ഗിഫ്റ്റ് ആണ് വിശുദ്ധ കുർബാന അല്ലെ? ശരിയാണ്. ഈശോ തന്റെ 30ാം വയസ്സിൽ വീട്ടിൽ ആരും അറിയാതെ തച്ചമണി ചെയ്തതും വിശുദ്ധ കുർബാനയാകാനായിട്ടാണ്. നമുക്ക് വേണ്ടി ക്രൂശ് തറച്ചതും വിശുദ്ധ കുർബാനയാകാനാണ്. അതുകൊണ്ട് നമ്മൾ വിശുദ്ധ കുർബാന പങ്കെടുക്കുമ്പോൾ അല്പം ഭക്തിയെങ്കിലും നമ്മുടെ കൂടെ വേണം അല്ലെ? നമ്മൾ വിശുദ്ധ കുർബാന എടുക്കുമ്പോൾ കോള് വന്നാൽ നമ്മൾ പുറത്തിറങ്ങി പോയിട്ട് കോള് സ്വീകരിക്കും. പക്ഷെ നമ്മുടെ അടുത്ത് വേറെ ഒരു സിനിമാ നടിയോ ആരെങ്കിലും ഇരിക്കണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ ചെയ്യോ? അതേ മൂല്യം തന്നെ നമ്മൾ ഈശോയ്ക്കും കൊടുക്കണം. അതുകൊണ്ട് നാം വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ ഇച്ചിരി ഭക്തിയോ എല്ലാതും കൂടിയിട്ട് പങ്കെടുക്കണം എന്ന് പറഞ്ഞ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നത്. നന്ദി.